ഗൈസ്, വെള്ളത്തിന്റെ പരുവും കളറും കണ്ടിട്ട് ചൂണ്ടയിടാൻ വന്ന നമ്മൾ അതിടാതെ ഈ ഒരു ചേട്ടനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വെള്ളത്തിന്റെ പരുവത്തിൽ എത്രത്തോളം മീനുണ്ട് എന്നത് ഒരു പരിധിവരെ വല വീശി കിട്ടുന്ന മീൻ കാണുമ്പോൾ അറിയാൻ കഴിയും. നോക്കുമ്പോൾ ചേട്ടന്റെ വലയിൽ അങ്ങായി പാരമീനുകളെ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂർ ഉപയോഗിച്ച് നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ഇതുപോലെയുള്ള അൾട്രാലൈൻ ലൂറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏരിയയിൽ എവിടെ പാരമീൻ ഉണ്ടെങ്കിലും പറന്നടിച്ചിരിക്കും. എന്തായാലും നമ്മുടെ കണക്കുകൂട്ടൽ ഒട്ടും തെറ്റിയില്ല. എല്ലാ കാസ്റ്റുകളും കിട്ടുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കായി ഇവിടുന്ന് നല്ല രീതിക്ക് വറ്റക്കുട്ടികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾട്രാലൈറ്റിൽ ഇവരെ പിടിക്കാൻ വല്ലാത്തൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. കാരണം മീൻ ചെറുതാണെങ്കിലും ഇവന്മാർ തരുന്ന ആ ഒരു ഫൈറ്റ് അത് വേറെ ലെവലായിരിക്കും കേട്ടോ. എന്തായാലും വറ്റകളെ പിടിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്കായി നമുക്ക് കരിവറ്റകളുടെ കുട്ടിയെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണയായി കലക്കലുള്ള വെള്ളമാണെങ്കിൽ ഈ ഏരിയയിൽ നിന്നും വറ്റകളെ കിട്ടാത്തതാണ്. പക്ഷേ കാര്യം എന്തെന്നറിയില്ല, ഇന്നിവിടെ വറ്റമീനുകളുടെ ഒടുക്കത്തെ ആക്ടിവിറ്റിയാണ്. ഈ കാണുന്നവനാണ് നമുക്കിന്ന് ഏറ്റവും നല്ല ഫൈറ്റ് തന്ന വറ്റക്കുട്ടൻ. അവനാൽ കഴിയുന്ന രീതിയിൽ ഡ്രാഗൺ വലിച്ചുകൊണ്ട് പോയ ഇവൻ അവസാനം കരയിലുള്ള ഒരു ചെടിയുടെ മൂട്ടിൽ എല്ലാം കൂടെ കൊണ്ട് കുരുക്കി വെച്ചു കേട്ടോ. അവസാനം ഒരു വിധത്തിലാണ് ഇതിൽ നിന്നും ഇവനെ ഊരി തൂക്കിയെടുത്ത് നമ്മൾ കരക്കിട്ടത്. കൈപ്പത്തിയോളം സൈസുള്ള ഇവൻ നമുക്ക് തന്ന ഫൈറ്റ് അത് വേറെ ലെവല് തന്നെയായിരുന്നു. താമസിച്ച് വന്നതുകൊണ്ട് തന്നെ പിടിച്ച് ഹരം കയറി വന്നപ്പോഴേക്കും സമയം കൊണ്ടങ്ങ് ഇരുട്ടിപ്പോയി കേട്ടോ. എന്തായാലും തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു ഉഷാർ കരക്കുള്ള മീൻ നമ്മൾ ഇവിടുന്ന് തൂക്കിയെടുത്തിട്ടുണ്ട്.